ചൂടൊക്കെ കൂടി വരികയാണ്. നമ്മുടെ കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. ഇപ്പോൾ AC ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരു AC എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. ഏത് ടൺ AC ആണ് നമ്മുടെ വീട്ടിൽ വാങ്ങേണ്ടത്, ഏത് സ്റ്റാർ റേറ്റിംഗുള്ള AC ആണ് നമ്മൾ വാങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. AC പ്ലാൻ ചെയ്യാൻ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളൊരു AC വാങ്ങാൻ ഒരു ഷോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ റൂം സൈസ് എത്രയുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലാണോ AC വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്, അതോ രണ്ടാം നിലയിലാണോ AC വെക്കുന്നത്, മരങ്ങളുള്ള പ്രദേശമാണോ, ചൂട് കൂടുതൽ അടിക്കുന്ന പ്രദേശമാണോ, സൺലൈറ്റ് ഡയറക്റ്റ് വരുന്ന പ്രദേശമാണോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് വേണം ഒരു AC വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ. അപ്പോൾ ചിലവർ ഒരു പൈസ ലാഭത്തിന് വേണ്ടിയിട്ട് 1.5 ടൺ AC വെക്കേണ്ട സ്ഥലത്ത് 1 ടൺ AC വെക്കുന്നവരുണ്ട്, 1 ടൺ AC വാങ്ങുന്നവരുണ്ട്. അവർ ഭാവിയിൽ കുറച്ച് ബുദ്ധിമുട്ടും. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാവിയിൽ ഒരു പക്ഷേ 1.5 ടൺ AC വെക്കേണ്ട സ്ഥലത്ത് 1 ടൺ AC വെച്ചിട്ട് പോകുന്നവർ ഭാവിയിൽ ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് 1 ടൺ AC 1.5 AC ഒക്കെ നമ്മൾ സ്യൂട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു റൂമിന് സ്യൂട്ടബിൾ ആയത് എന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നോർമലി നേരത്തെയൊക്കെ നമുക്ക് 3/4 ടൺ AC ഒക്കെ അവൈലബിൾ ആയിരുന്നു. നിലവിൽ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് 1 ടൺ AC തൊട്ടാണ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1 ടൺ AC, 1.5, ദെൻ 2 ടൺ AC, അതിന് മുകളിലോട്ടുള്ള AC-യും ഉണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ ആയിട്ട്. നോർമലി ഈ 3 പാറ്റേൺ ആണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള AC എന്ന് പറയുന്നത്. അതിൽ തന്നെ ചില കമ്പനികളിൽ 1.1 വേരിയൻറ്റ് അവൈലബിൾ ആണ്, 1.2 വേരിയൻറ്റ് അവൈലബിൾ ആണ്, 1.6, 1.7 അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ജനറേറ്റ് ചെയ്യുന്നത് കോമൺലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള AC-നെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ 1 ടൺ AC എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഒരു 130 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 120, 130 സ്ക്വയർ ഫീറ്റ് വരെ ഒരു റൂം ഉണ്ടെങ്കിൽ അതിന് കവറേജ് കിട്ടുന്ന രീതിയിലാണ് 1 ടൺ ACs ആപ്റ്റ് ആയത്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റൂം ഗ്രൗണ്ട് ഫ്ലോറിലാണ്, അധികം വെയിലും കാര്യങ്ങളൊന്നും തട്ടാത്ത ഏരിയയാണ്, അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്, ചെറിയൊരു കൂളിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ 1 ടൺ ACs നിങ്ങൾക്ക് മതിയാവും. ഇനി 1.5 ടൺ AC എന്ന് പറയുന്നത് ഒരു 130 തൊട്ട് ഒരു 180, 190 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂം സൈസ് ആണ് നിങ്ങളുടേതെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 1.5 ടൺ AC നിങ്ങൾ വാങ്ങേണ്ടി വരും. അതിൽ തന്നെ ഇപ്പം രണ്ടാം നിലയിലൊക്കെയാണ് നിങ്ങൾ AC വെക്കുന്നത്, അത്യാവശ്യം നല്ല ചൂടുള്ള ഏരിയ ആണെങ്കിൽ 1.5 ടൺ AC എന്തായാലും വെക്കണം. ഇനി ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂം സൈസ് ഈ പറഞ്ഞ പോലെ റൂം സൈസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന പ്രദേശമൊക്കെ ആണെങ്കിൽ അവിടെയും നമ്മൾ 1.5 ടൺ ACയും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ദെൻ അതിന് മുകളിലോട്ടാണെങ്കിൽ, അതായത് 180, 190 സ്ക്വയർ ഫീറ്റ് മുകളിലോട്ടാണ് നിങ്ങൾ റൂം സൈസ് ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി 2 ടൺ ACs തന്നെ നിങ്ങൾ വെക്കേണ്ടി വരും. ഇനി പലർക്കും ഉള്ള സംശയം എന്ന് പറയുന്നത് ഏത് സ്റ്റാർ റേറ്റിങ്ങിലുള്ള AC ആണ് വെക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ കറണ്ട് കൺസപ്ഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റാർ റേറ്റിംഗ് പറയുന്നത്. നോർമലി ഇപ്പോൾ മാർക്കറ്റിൽ 3 സ്റ്റാർ തൊട്ടുള്ള ACs അവൈലബിൾ ആണ്. 3 സ്റ്റാർ, 4 സ്റ്റാർ, ദെൻ 5 സ്റ്റാർ. ഇതിൽ തന്നെ കോമൺ ആയിട്ട് കാണുന്നത് 3 സ്റ്റാറും 5 സ്റ്റാർ ACസുമാണ്. അപ്പോൾ നമുക്ക് ഒരു AC വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ 5 സ്റ്റാർ AC തന്നെ വെക്കണം എന്നുണ്ടോ? ഒരു ഷോപ്പിലോട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ വർക്കിംഗ് ടൈം രാവിലെ ഒരു 9 മണി തൊട്ട് രാത്രി ഒരു 7 മണി വരെയൊക്കെയാണ്. കണ്ടിന്യൂസ് ആയ ഉപയോഗം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 5 സ്റ്റാർ AC തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം കണ്ടിന്യൂസ് ഉപയോഗമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇനി നോർമലി ഒരു വീട്ടിലോട്ടാണ് നിങ്ങളൊരു AC എടുക്കുന്നത്, നമ്മുടെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് കൂടുതലും 3-4 മാസമാണ് കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഒരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൽ തന്നെ പകലൊക്കെ നമ്മൾ വർക്കിന് പോയി രാത്രി ജസ്റ്റ് ഒന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ആ ചൂടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു 3 സ്റ്റാർ ACs ആയാലും നമുക്ക് മതിയാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വരുന്ന ACസിലൊക്കെ ഈ കൺവേർട്ടബിൾ എന്ന് പറയുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം പീരീഡ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എങ്കിൽ 3 സ്റ്റാർ AC ആയാലും മതിയാവും.
പക്ഷേ നോർമലി പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു 5 സ്റ്റാർ AC തന്നെ വാങ്ങാനേ ഞാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കാലാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചൂടിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നോർമലി ഇനിയിപ്പോൾ ഒരു 5 സ്റ്റാർ AC നമ്മൾ വാങ്ങിയാലും അല്ലെങ്കിൽ 3 സ്റ്റാർ AC വാങ്ങിയാലും ഭാവിയിൽ നമ്മൾ എങ്ങനെയാണത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഫുൾ ടൈം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലും 5 സ്റ്റാർ AC തന്നെയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായത്. ഒരു 5 സ്റ്റാർ ACയും 3 സ്റ്റാർ ACയും തമ്മിൽ ഏകദേശം ഒരു 5000 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ ആൾക്കാരും 3 സ്റ്റാർ ACs ആണ് എടുക്കുന്നത്, വലിയ യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫാക്ട് എന്ന് പറയുന്നത്. ഒരു 3 സ്റ്റാർ AC ആണെങ്കിൽ 1 ടൺ ACസിലൊക്കെ വരുമ്പോൾ ഒരു വർഷത്തിൽ 650 യൂണിറ്റ് ഒക്കെയാണ് അപ്രോക്സിമേറ്റ് നമുക്ക് കൺസെപ്ഷൻ വരിക കാൽക്കുലേഷൻ പ്രകാരം. എന്നാൽ ഒരു 5 സ്റ്റാർ ആണെങ്കിൽ നമുക്കൊരു 150 യൂണിറ്റിനൊക്കെ കുറവ് നമുക്ക് അതിനകത്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് നിങ്ങളുടെ ചോയ്സ് ആണ്. അപ്പോൾ കടകളിൽ പോകുന്ന സമയത്ത് അവിടുത്തെ സെയിൽസ്മാനുമായിട്ട് കൂടുതൽ സംസാരിക്കുക, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം AC എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റാർ റേറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു വിശദമായൊരു വീഡിയോ നെക്സ്റ്റ് പ്ലാൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി കൂടുതൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ACകളെ കുറിച്ച് തന്നെയുള്ള ഏത് ബ്രാൻഡ് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ. താങ്ക് യു.